നമസ്കാരം. 2026 മാർച്ചോടുകൂടി രാജ്യത്ത് നക്സലിസ്റ്റുകൾ, അതായത് മാവോയിസ്റ്റുകളെ മൊത്തത്തിൽ തുടച്ചു നീക്കുമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉത്തരവ് അമിത്ഷാ തന്നെ പുറപ്പെടുവിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം വ്യക്തമായ, അല്ലെങ്കിൽ എല്ലാ സർക്കാരിനും, അതായത് ഓരോ സംസ്ഥാനത്തിലെയും സർക്കാരിന് വ്യക്തമായ ഒരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര മന്ത്രാലയവും നൽകിയിരുന്നു. കൂടാതെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പാക്കേജ് ആണ് കേന്ദ്ര സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചത്. അതായത് ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യമായ ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് അത് പാക്കേജായിട്ട് തരും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഒരു പുനരധിവാസമെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും, കേന്ദ്ര സർക്കാർ നോക്കിക്കോളും എന്ന ഒരു ഉറപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കീഴടങ്ങാത്തവരെ ഒരു ദയാദാക്ഷിണ്യവും വേണ്ട, വെടിവെച്ച് കൊന്നേക്കാൻ ഉള്ള ഒരു ഉത്തരവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിരുന്നു. അങ്ങനെ കീഴടങ്ങാത്തവരെ ഓപ്പറേഷനിലൂടെ തന്നെ ഇന്ത്യൻ സൈന്യം തന്നെ അവരെ വധിക്കുന്ന ഒരു കാഴ്ച നമ്മളുണ്ടായി. അങ്ങനെ ഛത്തീസ്ഗഡ്, ഒഡീസ അടക്കം അവിടേക്ക് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകളുടെ വലിയ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. ഈ മേഖലകളിൽ ഉടനീളം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഈ വലിയ രീതിയിലുള്ള ഈ മാവോയിസ്റ്റ് ടീം അംഗങ്ങൾ തന്നെ ഈ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ, അതായത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 2026 അടുക്കുന്നതിന് മുന്നേ തന്നെ രാജ്യത്ത് പൂർണ്ണമായി തന്നെ മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്തു, അല്ലെങ്കിൽ മാവോയിസ്റ്റ് മുക്ത ഭാരതമായി പ്രഖ്യാപിക്കാൻ ഇനി വരും ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു പ്രഖ്യാപനത്തിനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ ആ ഒരു ദൗത്യം കഴിഞ്ഞതോടുകൂടി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ രണ്ടാമത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത് രാജ്യത്ത് തീവ്രവാദങ്ങൾ അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്ത് സംസ്ഥാനത്തെ എല്ലാ പോലീസ് വിങ്ങുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ATS സംവിധാനം, അതായത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് സംവിധാനം ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അത് കൂടുതലായിട്ട് ആക്റ്റീവ് ആക്കിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഏകോപനം നടത്താനുള്ള ഒരു നീക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുകയാണ്. നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെള്ളിയാഴ്ച ദില്ലിയിൽ ഭീകരവിരുദ്ധ സമ്മേളനം 2025 ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളമുള്ള പോലീസുകാർക്കായി ഏകീകൃത തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ആവശ്യകതയെപ്പറ്റി സമ്മേളനത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുകയാണ്. തീവ്രവാദത്തെ ചെറുക്കുന്നതിൽ ATSന്റെ പങ്ക് വളരെ നിർണായകമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കൂടാതെ എത്രയും വേഗം ഇത് നടപ്പിലാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഡയറക്ടർ ജനറൽമാർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സൈബർ, അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ യുദ്ധം, സാമ്പത്തിക ശൃംഖലകളുടെ ദുരുപയോഗം, ഹൈബ്രിഡ് ഭീകരത എന്നിവ ഉൾപ്പെടെ ഇന്ന് ഭീകരതയുടെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നാണ് അമിത്ഷാ പറയുന്നത്. അത്തരം ഭീഷണികളെ നേരിടാൻ ജാഗ്രത പുലർത്തുന്നതും വേഗത്തിലുള്ളതും ഫലപ്രാപ്തിയുമുള്ളതുമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു ദേശീയ ശൃംഖല വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് അമിത്ഷാ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത്തരം സമ്മേളനങ്ങളിലൂടെ മാത്രമേ അത്തരമൊരു ദേശീയ തരത്തിലുള്ള സംവിധാനം നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയൂ എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കറിയാം, തീവ്രവാദം എന്ന് പറയുന്നത് പണ്ടൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ചാവേർ സ്ഫോടനം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ബോംബ് ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ തീവ്രവാദികൾ 2-3 തീവ്രവാദികൾ ഒരു മോളോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്ന സ്ഥലങ്ങളിൽ വന്നിട്ട് വെടിവെപ്പൊക്കെ നടത്തുന്ന ഒരു തീവ്രവാദ പ്രവർത്തനമായിരുന്നു പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഫണ്ടിങ് എവിടെ നിന്ന് വരുന്നു? കാരണം തീവ്രവാദികൾക്ക് ഇപ്പോൾ നോട്ട് നിരോധനത്തിന് ശേഷം അവർ ഒന്ന് ഡൗൺ ആണെങ്കിലും അവർക്ക് ഇപ്പോഴും പല തരങ്ങളിൽ നിന്നും പല ഈ ഏജൻസികളിൽ നിന്നും അടക്കം അവർക്ക് ഫണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ നമുക്കറിയാം, സംശയാസ്പദമായിട്ടുള്ള ചില ചാരിറ്റബിൾ സൊസൈറ്റികൾ, ചില ചാരിറ്റി ടീമുകൾ തന്നെ ഇപ്പോൾ ഈ തീവ്രവാദത്തിന്റെ മറവിൽ ഈ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഫണ്ടുകൾ സ്വരൂപിച്ച് തീവ്രവാദത്തിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട് ഈ ഫണ്ടുകളെല്ലാം തന്നെ എത്തിച്ചു നൽകുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെല്ലാം തന്നെ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിലെ ATS സംവിധാനങ്ങൾ മൊത്തത്തിൽ തന്നെ ഒരു ശക്തമായിരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്താണ് ഒരു തീവ്രവാദി ആദ്യം നമ്മൾ സ്കെച്ച് ഇട്ടിട്ടെങ്കിൽ ആ തീവ്രവാദിയെ ATSന്റെ റഡാറിലാണെങ്കിൽ പെട്ടെന്ന് ആ തീവ്രവാദി നേരെ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ തമിഴ്നാട് പോലീസുമായിട്ടും അല്ലെങ്കിൽ തമിഴ്നാട് ATSുമായിട്ട് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ആ തീവ്രവാദിയെ അവിടെ വെച്ച് തന്നെ ലോക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ പിടിക്കാനുള്ള ഒരു സംവിധാനം ATSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫണ്ടിങ് പ്രോബ്ലം ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസ് അന്വേഷണത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ATSന് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു
സർക്കുലർ ഉണ്ടാകണം. അതായത് ഒരു കണക്ടിവിറ്റി ഈ സംവിധാനങ്ങളിൽ ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട് ATS കൂടുതലായി ശക്തിപ്പെടേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. അതായത് ഓരോ കേസുകൾക്കും അന്വേഷിക്കാൻ എടുക്കുന്ന കാലതാമസങ്ങൾ അത് ഈ തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട കേസുകളിൽ വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സംഭവം കേസ് വന്നു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നിർത്തേണ്ടതുണ്ട്. അതായത് കേസ് അന്വേഷണത്തിൽ എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തി ഈ കേസ് അന്വേഷണത്തിൻ്റെ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് ATS ഏറ്റവും കൂടുതൽ ശക്തമാവേണ്ട ഒരു ആവശ്യവും അമിത്ഷാ ദില്ലിയിൽ നടന്ന സമ്മേളനത്തിൽ പറഞ്ഞത്.